Praise Jesus. Hallelujah. Praise Jesus. Hallelujah. നന്ദിയുടെ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടെ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യകരമായ ഈ അവസരത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാനായി ദൈവകരങ്ങളിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഭാരങ്ങളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആമേൻ ദിനരാത്രങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. ഹല്ലേലൂയ. ഈ പ്രഭാതം കാണുവാൻ ആഗ്രഹിച്ച പലരും ആമേൻ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് ആമേൻ മാറ്റപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും ആഗ്രഹിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ നമ്മെ സഹായിച്ച ബലപ്പെടുത്തിയ സർവകൃപാലുവായ ദൈവത്തിന് നമ്മുടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ഭാരത്തോടെ വേദനയോടെ നിരാശയോടായിരിക്കുന്നവരെ ആമേൻ താങ്ങി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കണ്ണുനീരോടെ ഹല്ലേലൂയ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്തെടുക്കത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കഥ ഹല്ലേലൂയ നമ്മോട് കൂടി നിന്ന് ഹല്ലേലൂയ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്വർഗത്തിലെ വലിയവനായ ദൈവത്തെ ആരാധിക്കുക. സ്വർഗത്തിലെ വലിയവനായ ദൈവം ആരെയും നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വെളിപ്പാട് പുസ്തകം ആമേൻ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ആമേൻ അതെ പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ എഴുതി, നീ യോഗ്യൻ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും ആമേൻ എല്ലാം നീ നിന്റെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും ഹല്ലേലൂയ സൃഷ്ടിക്കപ്പെട്ടതുമായ ഹല്ലേലൂയ ആമേൻ അതെ അഖിലാണ്ടത്തെ വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ ഹല്ലേലൂയ ദൈവമാക്കി വെച്ച മനുഷ്യൻ ഹല്ലേലൂയ ആമേൻ ഈ ഭൂമിയിൽ അവന്റെ മഹത്വത്തെ വർണ്ണിപ്പിക്കുവാൻ ആമേൻ അവനെ സ്തുതി കരയിച്ചുവാൻ ആക്കി വെച്ച ഞാൻ നിങ്ങളും ഇന്ന് പകൽ ഹല്ലേലൂയ ലഭിച്ച അവസരം നഷ്ടമാക്കാതെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കൊണ്ട് ഇടയാകട്ടെ. മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കുവാൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവം തീർച്ചയായും യോഗ്യനാണ്. ഹല്ലേലൂയ. അതാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അവനാണ് എല്ലാം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അവന്റെ സന്തോഷത്തിനായി ആമേൻ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. സൃഷ്ടിജാലങ്ങൾ ഒന്നുപോലെ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഈ ഭൂമിയിൽ ഒരിക്കൽ കൂടെ ആരാധിപ്പാൻ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയ നമ്മുടെ കർത്താവിന് നമ്മുടെ കരകളെ തട്ടി സ്തോത്രം ചെയ്യാം. സറാഫുകൾ അല്ലെങ്കിൽ കിരൂബുകൾ ആമേൻ സ്വർഗത്തിൽ 24,000 മൂപ്പന്മാരും ആമേൻ ദൂത പ്രതിനിധികൾ ജീവികളും ദൈവത്തെ സ്തുതിക്കുവാനും അവന് മഹത്വം നൽകുവാനും ഹല്ലേലൂയ ആമേൻ അതേ ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ദൈവത്തെ ആമേൻ മഹത്വീകരിക്കുവാൻ ദൈവം ആക്കി വെച്ച ആമേൻ ദൂതൻ ആമേൻ അഹങ്കരിച്ചപ്പോൾ അവനെ വെട്ടി താഴെയിട്ട് പകരം ആ സ്ഥാനത്ത് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ തന്റെ പുത്രനിലൂടെ കയറ്റി നിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ആ ക്രിസ്തുവിലൂടെ ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 150:6 ഹല്ലേലൂയ സ്തുതിക്കുന്നത് ആമേൻ അതെ ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ അനുഭവമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നതിൽ നിന്ന് ആമേൻ സ്വയം വിട്ടു നിൽക്കുകയും ആമേൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി ഹല്ലേലൂയ നാം സമയങ്ങൾ അതെ വിനിയോഗിക്കാതിരിക്കുകയും ചെയ്യാതിരുന്നാൽ ഹല്ലേലൂയ അനുഗ്രഹത്തിൽ നിന്ന് ആമേൻ ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ അനുഗ്രഹത്തിൽ നിന്ന് നാം സ്വയമായി അകന്നു മാറുകയാണ്. അതുകൊണ്ട് ആരാധനയെ അലക്ഷ്യമായി കാണാതെ ഈ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പെയ്ത് ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത് നാം ദൈവത്തെ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ. ഐശ്വര്യമായ ഒരു അനുഗ്രഹം അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നത് ആ യാഗം ആമേൻ
കഴിക്കുവാൻ മോറിയ മലയുടെ മുകളിൽ പോയി ഹല്ലേലൂയ അത് യാഗം കഴിക്കുവാൻ തയ്യാറായതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം ആരാധനയ്ക്കായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധന യേശുവേ, സ്തോത്രയാഗം അർപ്പിക്കുന്നു നിന്നെ വാഴ്ത്തും സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിക്കുന്നു നിന്നെ വാഴ്ത്തും സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, നിത്യമാം സ്നേഹിച്ചെന്നെ തിരുനിഴത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനേ. ഉയർത്തെന്നും ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ യേശു ആടിപ്പിഴരാൽ സൗഖ്യം നൽകി. ആമേൻ. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശു ആടിപ്പിഴരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, ശബ്ദമുയർത്തി. യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധന യേശുവേ, സ്തോത്രയാഗം. ശബ്ദമുയർത്തി പാടിയാലോ? നിന്നെ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ആരാധനയ്ക്ക് യോഗ്യൻ, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. എന്ന് പറഞ്ഞ
നമ്മുടെ നടുവിലാകുന്ന എല്ലാ കണ്ണുകളും അടയട്ടെ. സകല മഹത്വം, സകല പൂഴ്ച, സകല ആരാധന യോഗ്യനായ കർത്താവിനെ ആമേൻ ഈ പകൽ പാടി ആരാധിപ്പാൻ സ്തുതിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗത്തെ ഓർത്തുകൊണ്ട് ആമേൻ ഞങ്ങളോടൊപ്പം ഈ ലൈവിലായിരിക്കുന്ന എല്ലാവരും കണ്ണുകൾ അടച്ചാൽ നമുക്ക് ഒരുമിച്ച് കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവ്, ഈ പരിശുദ്ധ പകലിൽ ആദിപിതാക്കന്മാർ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ചതുപോലെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൻ ഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങളെ വീട്ടിൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ലൈവിലൂടെ ഞങ്ങളോടൊപ്പം അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ സ്തുതിക്കുന്ന, അങ്ങേ മഹത്വപ്പെടുത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ പാടുവാൻ, മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, ശുശ്രൂഷിപ്പാൻ, ദൈവവചനങ്ങൾ ആമേൻ ധ്യാനിപ്പാൻ കർത്താവ് കൃപ നൽകിയ, നല്ല സങ്കീർത്തനങ്ങൾ നൽകിയ, നല്ല ദൂതുകൾ നൽകിയ കർത്താവെ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആമേൻ അതെ ഞങ്ങളുടെ ആമേൻ അതെ ജില്ലയിൽ ഞങ്ങളുടെ ആമേൻ കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടെ നിറയ്ക്കണമേ നന്ദിയോട് മഹത്വം അവിടുത്തെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഇപ്പോൾ ആമേൻ അതെ നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ കുഞ്ഞുങ്ങൾ ആരാധിക്കാൻ ലീഡ് ചെയ്തതായി. ഹല്ലേലൂയ, പ്രൈസ് ജീസസ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ കർത്താവിനെ പാടി ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ മകഭാഗത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ ആ കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽ നമ്മുടെ മധ്യേ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ചേർന്ന് പാടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അത്ഭുതമേശുവിൻ നാമം അത്ഭുതമേശുവിൻ നാമം
ഇന്ന് പകരം നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കുക. സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യകരമായ അനുഭവത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദിയുടെ ഹൃദയത്തോടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ഇന്ന് പകരം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആമേൻ 3-ാം സങ്കീർത്തനം അതിന്റെ ആമേൻ 1 മുതൽ ആമേൻ അത് താഴോട്ടുള്ള വേദഭാഗങ്ങൾ വാക്യപ്രതി വാക്യമായി ആമേൻ കർത്താവിന്റെ ദാസി ഷീജ ഇപ്പോൾ ആമേൻ വായിച്ച് ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹല്ലേലൂയ ഈ പകൽ ആമേൻ സങ്കീർത്തനം ചേർന്ന് നമുക്ക് ആരാധിക്കാം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സകല മഹത്വത്തിനും സകല